അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ജംഗ്ഷനാണിത്. ഇവിടുത്തെ ഒരു അവസ്ഥ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒറ്റ ദിവസം അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്നു. തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും മറ്റ് ചെറുകിട പണികളും ചെയ്ത് ജീവിക്കുന്നു. എന്തെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യവന്റെ റൂമിലോട്ട് കയറുകയാണ്. ഇത്ര പേരാണോ കട്ടാക്കിയിട്ട് പൊക്കുകയാണ്. അപ്പൂസ എപ്പോൾ വെള്ളം കയറിയടാ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പല ഭാഗത്തുനിന്ന് ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ദിവസവും 26 എത്തി. അതെ, ഇനി വന്നിട്ടുണ്ട്. അതെ, വെള്ളം കയറി കൊണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ റാന്നി ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം ഉരുളൊക്കെ പൊട്ടി വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുട്ടനാട് അപ്പർ കുട്ടനാട് ഏരിയയിൽ വെള്ളം കയറി കൊണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെയൊക്കെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോ ആയിട്ട് വന്നിങ്ങനെ. അപ്പോൾ പുഷ്പം അങ്ങനെ പോയാലോ? പോയിട്ട് വരാം. അപ്പം നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഇതുണ്ടോ വെള്ളം. ഇപ്പം നമ്മുടെ റോഡിലൊക്കെ അത്യാവശ്യം വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ബൈക്ക് അവിടെ വെള്ളത്തിൽ ഇരിക്കണം. ആദ്യം നമ്മുടെ ബൈക്കിൽ നിന്ന് കരക്കെത്തിക്കണ്ടടാ. വണ്ടി കൊണ്ട് നമുക്ക് പൊക്കത്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. ആദ്യം നമ്മുടെ ബൈക്ക് എടുത്ത് നമുക്കൊന്ന് കരക്കെത്തിക്കാം. ബാ ഷേടാ ഇതുണ്ടോടാ. നമ്മുടെ വണ്ടി എന്നാവേ പക്കത്ത് ഉണ്ടായി വെച്ചിട്ടുണ്ട്. കേസപ്പത് ഇന്നലെ രാത്രി കൊണ്ട് പൊങ്ങിയ വെള്ളമാണിത്. ഒരിക്കലും പ്രശ്നം ഇത്ര കയറുന്നില്ലടാ. രാവിലെ തൊട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുക. കാരണം വീട്ടിൽ വെള്ളം കയറിയിട്ടില്ലായിരുന്നു. അതേറ്റവും വീടിൻ്റെ അതായത് വീടിൻ്റെ അകത്ത് ഒരേ സൈഡിൽ താമസത്ത് വെള്ളം പൊങ്ങിപ്പൊങ്ങി വരുന്നുണ്ട്. ഇതുണ്ട് റോഡാണ്, എന്ത് ഒഴുക്കാന്ന് നോക്കിയത്. വളരെ ശക്തമായ ഒരു വെള്ളപ്പൊക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ചങ്ങനാശ്ശേരിയുടെ പടിഞ്ഞാറൻ പ്രദേശമാണ്. അതായത് പായിപ്പാട് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൽപ്പെട്ട മൂലേപ്പുതുവൽ, അറന്നൂർപ്പുതുവൽ, കോമങ്കേരിച്ചിറ തുടങ്ങിയ പ്രദേശമാണ്. ഇവിടെ തീർത്തും പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഈ പ്രദേശത്ത് നിരന്തരമായി 6 മാസം വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ആൾക്കാരെല്ലാം വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. 6 മാസം ദുഃഖവും 6 മാസവും സന്തോഷവും മാത്രം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും മറ്റ് ചെറുകിട പണികളും ചെയ്ത് ജീവിക്കുന്നവർക്കാണ് ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും. അങ്ങനെയുള്ള ഈ പ്രദേശത്തെ ഈ വെള്ളപ്പൊക്കത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയും അതിൽ ദുരിതം അനുഭവിക്കുന്നവരെ അടിയന്തരമായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു. അതെ, ഇന്നലെ ഒരു ഒറ്റ രാത്രി മഴ കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി. പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഉള്ള നമ്മുടെ ഒരു സ്ഥലമാണ്. നമുക്ക് റോഡ് അല്ലേ, അവിടെ നിന്നിട്ടുള്ള റോഡ് ഇത് മാക്സിമം പ്രദേശത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പ്രദേശം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എത്തപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു റോഡുണ്ട്. റോഡ് എപ്പോഴും 6 മാസം അത് വെള്ളത്തിനടിയിലാണ്. 6 മാസം വെള്ളത്തിനടിയിലും 6 മാസം കരയ്ക്കും മാത്രമുള്ള റോഡാണ്. ഇവിടുന്ന് യാത്രാ ക്ലേശം അതിരൂക്ഷമാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാറില്ല. രോഗികളെ പ്രായമായ ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇന്ന് ആശുപത്രിയിൽ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വള്ളത്തേലും പിന്നെ ബോട്ടേലും ഒക്കെ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതൊരു വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. നമ്മുടെ പായിപ്പാട് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡിൻ്റെ ഭാഗമായ കോമങ്കേരിച്ചിറ, മൂലേപ്പുതുവൽ, അറന്നൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയല്ല പല വേസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പല ഭാഗത്തുനിന്ന് ഒഴുകി വീടുകളിൽ കയറുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ വെള്ളക്കെട്ട് മൂലം ഒത്തിരി ആൾക്കാർ പണിയില്ലാതെയും അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അടിയന്തരമായ എന്തെങ്കിലും സഹായം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അറിയിക്കുന്നു. ഒഴുക്കാടിത് കേസരി ഞങ്ങളുടെ റോഡാണ്, ഞങ്ങൾ നടന്നു വന്ന റോഡ്, അല്ലാതെ
തോടോ ആറോ ഒന്നുമല്ല, ഞങ്ങൾ നടന്നു പോകുന്ന റോഡാണ്. ഇത് കൂടെ കിട്ടേക്കുന്നുണ്ട് റോഡിലൊക്കെ. ഗൈസ് ഇപ്പം നമ്മൾ പോകുന്ന എങ്ങോട്ടാ? ഞങ്ങളുടെ ജംഗ്ഷൻ ഉണ്ടല്ലോടാ, അവിടുത്തെ അവസ്ഥ ഇപ്പം അവിടെ നല്ല വെള്ളം ഉണ്ടോ? അവിടെ നല്ല വെള്ളം. ഗൈസ് ഞാൻ ഈ വെള്ളം കയറിക്കുന്നത് ഇപ്പോഴാണ് വെളിയിലോട്ട് ഇറങ്ങുന്നത്. നല്ല വെള്ളം ഉണ്ടോ അവിടെ? ഗൈസ് അത്യാവശ്യം വെള്ളമായി നിൽപ്പുണ്ടോ അവിടെ? ഗൈസ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇത്രത്തോളം വെള്ളമുണ്ടല്ലേ? ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ വെള്ളമുണ്ട് നമ്മുടെ ജംഗ്ഷൻ്റെ ഈ ഭാഗത്ത്. ഇത് കാണുന്ന റോഡാണ്. ചേച്ചി നമ്മുടെ റോഡിലാണ് വെള്ളമൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. ചേച്ചി എന്ത് സൗകര്യമാണെന്ന് നോക്കിയാൽ നമുക്ക് റോഡിൽ വെള്ളം കെട്ടിയിടാം. ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് വേണ്ടത്? കണ്ടോ, വെള്ളത്തിൽ നിന്നുകൊണ്ട് കഴുകുക, തുണി വിരിക്കുക, മേലെ ഇടുക. റോഡിൽ കൂടെ തുഴഞ്ഞോണ്ട് വരുന്നേ. അത് കയറിയോ? വെള്ളം കയറിയോ? ഓ പൊക്കിയായിരുന്നല്ലേ? ആ ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് നമുക്ക് വേണ്ടത്? റോഡിൽ കൂടെ വള്ളം തുഴഞ്ഞു പോകുന്നേ. തള്ളിത്തരാം. അതോടാണോ? വർഷങ്ങളായിട്ട് അനുഭവിച്ചിരിക്കുന്ന ദുരിതങ്ങൾ, വെള്ളപ്പൊക്കം, അതിനോടനുബന്ധിച്ച് ദൂഷിച്ച വെള്ളങ്ങൾ, പിന്നെ പറയാനുള്ള നമ്മുടെ പുതിയ സർക്കാർ കയറി എന്തെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ആ റോഡ് ശരിയാക്കി തരുവായിരുന്നെങ്കിൽ അല്ലേ? നമ്മുടെ റോഡ് ആ വഴി ദൈവപ്പറമ്പ് അമ്പലം മുതൽ ഇങ്ങോട്ട് എവിടെ നമ്മുടെ പാലം വരെ, മൂലെ പാലം വരെ റെഡിയാക്കി തന്നാൽ വളരെ ഉപകാരമാണ്. അതെ, നമുക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആശുപത്രി കേസ് തൊട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒരാളെ ചത്താൽ പോലും കുഴിച്ചിടാൻ പോലും ഇല്ലാത്തൊരു അവസ്ഥ. ഇങ്ങോട്ട് ഇറങ്ങി വാ, എല്ലാവർക്കും നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇങ്ങോട്ട് വാ, 2 വാക്ക് പറഞ്ഞിട്ടു. അതെ, വാ ഇങ്ങോട്ട് വാ. റോസമ്മ നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കണം വെള്ളപ്പൊക്കത്തിനെ പറ്റി. ഇച്ചിരി എടുത്തിട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ട്. കാരണം എങ്ങും പോകാൻ പറ്റത്തില്ല, ക്യാമ്പിൽ വരാനൊക്കത്തില്ല. അതെ, സ്വാതന്ത്ര്യമൊന്നുമില്ല. വല്ലതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിലോട്ടൊക്കെ എത്തിക്കുക. അതെ, ഇവിടെ നിന്ന് വണ്ടിയും പോത്തില്ല, ഒന്നും പോകത്തില്ല. വള്ളം പോവും, വണ്ടി പോകത്തില്ല. യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അങ്ങോട്ട് ഇറങ്ങാനും പിടിക്കാനും. പിന്നെ ഈ വള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഗൈസ്, അപ്പം നമ്മുടെ ഭാഗത്തുള്ളൊരു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ദുരിതങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തത്. നിങ്ങൾ ഫ്രഷ് ആയിട്ടല്ലേടാ? ലൈവ് സാധനം. അതെ, ലൈവ് സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ഒന്നുമല്ല, സാഹചര്യം മൂലം പറഞ്ഞു പോകുന്നതാണ്. ആ, ഇടിയുന്നോട് ഇവിടെ വെള്ളം പൊങ്ങാനാ സാധ്യത. ഇനിയും പൊങ്ങുമല്ലേ? അതെ, വെള്ളം പൊങ്ങിയാൽ കൃഷിക്ക് ആവശ്യമെന്നാണ് പറയുന്നത്. പക്ഷെ കൃഷി ചെയ്യാൻ മനുഷ്യർ കാണിച്ചിരിക്കുന്ന അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇത് ഒഴുക്കോ നോക്കി അവിടെ നമ്മുടെ ഇല്ലാറിൻ്റെ അവിടെയൊക്കെ. അയ്യോ, നശിക്കാൻ പോവാ. അതെ, നാട് നശിക്കാൻ പോവാ. രക്ഷപ്പെട്ടോളം എങ്ങോട്ടാ ഓടി രക്ഷപ്പെട്ടോളം. അതെ, നമ്മുടെ രാഷന്റെ രാജ്യമുണ്ടൊക്കെ വീണ്ടകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. രാജ്യമുണ്ടോ? കയറിയണോ? അവർ കട്ടാക്കിയിട്ട് പൊക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പൂസേ, എപ്പോൾ വെള്ളം കയറിയടാ?
കൊച്ചുമ്പോ വെള്ളം കയറിയോ? കട്ടിലിന്റെ മണ്ടയ്ക്കല്ലേ ഇനിയിപ്പോ ഇറങ്ങണ്ടല്ലോ. ഇവരിവിടെ ചാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കായിരിക്കും അല്ലണ? അതൊന്നുമല്ല, നമ്മുടെ റോഡ് ഇങ്ങനെ നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മുടെ റോഡ്, അതായത് നമ്മൾ സഞ്ചരിക്കുന്ന വണ്ടിയൊക്കെ എന്തേലും ഹോസ്പിറ്റൽ കേസിൽ വന്നാലും പോകണ്ട. അതായത് ഇതുപോലെ ടാറിട്ട റോഡ്, അവിടുത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതിലും ശോചനീയമായ രീതിയിലാണ് നമ്മുടെ റോഡ് കിടക്കുന്നത് അല്ലേടാ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാർഗ്ഗമില്ല ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനോ അല്ലെങ്കിൽ ഒരു വണ്ടി പോകാനോ ഒന്നുമില്ല. ഇവിടെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അത്രയും, അതായത് നമ്മൾ ഇങ്ങോട്ട് വരെ ഇത്രയും വഴി റോഡ് മാത്രം പൊക്കിയിട്ടില്ല. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം പൊക്കിയതാണ്. അതും കൂടെ ഇങ്ങോട്ട് പൊക്കിയിട്ട് ഇവിടം വരെ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-60 കുടുംബം ഇല്ലടാ. അതിൽ കൂടെ ഉണ്ട്. 10-60-70 കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയെടുക്കുകയും ചെയ്യാം. കുട്ടനാടിൻ്റെ ബോർഡറുമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴ, ആ മഴയുടെ ഇതായിട്ട് വെള്ളക്കെട്ട് രൂക്ഷമായിക്കൊണ്ട് ഈ ചക്ര പുതുവൽ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ വീടുകളിലും, ഭൂരിപക്ഷം വീടുകളിലും ഞങ്ങളിന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ സാറ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബസ്സിൽ, ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി രമേശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും സന്ദർശിച്ചു വരികയാണ്. അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളെ പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് എല്ലാ വീടുകളിലും ഭവനങ്ങളിലും വെള്ളം കയറിയതായിട്ടാണ് ഞങ്ങളിപ്പം കണ്ടെത്തുന്നത്. ഇത് കിഴക്കുന്ന് ഒഴുകി വരുന്ന മരത്തടികളും മറ്റ് വേസ്റ്റുകളും എല്ലാതും കൊണ്ട് ഈ വെള്ളം ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് അവർക്ക് മറ്റ് സഹായങ്ങൾ, ഈ കാലവർഷം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർക്ക് അടിയന്തരമായിട്ടുള്ള റേഷൻ ഉൾപ്പെടെയുള്ള സൗജന്യമായിട്ട് കിറ്റ് ഉൾപ്പെടെയുള്ള കൊടുത്ത് ഈ തടസ്സം നിൽക്കുന്ന മറ്റ് മാലിന്യങ്ങളെല്ലാം ഒഴുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തരമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് മെമ്പർക്ക് ഈ വാർഡുകളിലും എല്ലാം വന്നപ്പോൾ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു മെമ്പറാണ്. എല്ലാവരെയും പേരെടുത്ത് വിളിക്കാനും ബന്ധുക്കളെ വിളിക്കാനും അവരുടെ ഇടപെടലും നല്ല രീതിയിൽ അവരും ഈ കാര്യങ്ങളെല്ലാം സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് വന്നാൽ CPM-ൻ്റെ ഭാഗത്തു നിന്നും ഈ വീടുകളെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമായുള്ള സാധന സാമഗ്രികൾ കൊടുക്കാനുമുള്ള ഇടപെടലുകൾ ഞങ്ങളുണ്ടാകും. ഇത് നമ്മുടെ മെയിൻ ജംഗ്ഷനാണിത്. ഇവിടുത്തെ ഒരു അവസ്ഥ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒറ്റ ദിവസത്തെ വെള്ളത്തിലാണ്, മഴയ്ക്കാണ് ഇത്രയും വെള്ളം. ഇതുണ്ടോ ഇത്രയും വെള്ളം ഇവിടെ പൊങ്ങിയത്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ഈ വെള്ളം ഒന്നും ആയിട്ടില്ല, ഇനി വെള്ളം പൊങ്ങാൻ കിടക്കുന്നുള്ളൂ അല്ലടാ. വെള്ളം ഇനി വെള്ളം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഇതിൽ വളരെ എന്നാ പറയണ്ടേ, ഭയാനകമായ രീതിയൊക്കെ ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വെള്ളത്തിന് ബ്ലോഗ് കണ്ടാൽ മനസ്സിലാകും നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ. എങ്ങോട്ടാ ഈ റോഡ് പണി നടത്തണം. അത് നമുക്ക് ഇത്രേ ഉള്ളൂ. ഇത് എന്നാ ദൂരം കാണണം അവിടുത്തെ ഇവിടം വരെ? അമ്പലത്തിന്റെ അവിടെ ഇങ്ങോട്ടേ ഉള്ളൂ. അര കിലോമീറ്റർ ഉണ്ടോ? ഇത് മൊത്തം പണിയാണ്. അല്ല അത്ര ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും ആശാക്കരിക്കിന്റെ അവിടം വരെ പോകണം. ഇവിടെ നിന്ന് പോകണമല്ലേ? മൊത്തത്തിൽ നല്ല വെള്ളമല്ലേ അവിടെ? എന്നാ വെള്ളം ഉണ്ടോ അവിടെ? എത്ര മുട്ടിന് മേടി വെള്ളമായി. ആണല്ലേ? രാവിലെ അത്ര ഇല്ലായിരുന്നു, ഇപ്പം ഇന്നലെ രാത്രി ഒറ്റ മഴയ്ക്കാണ് ഇത്രയും വെള്ളം കയറി കൊണ്ടത്. ഇനി കണ്ടിന്യൂസ് ഇനി വരുന്ന മഴയ്ക്കും കാര്യത്തിൽ നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റില്ല. എന്തായിരിക്കും അല്ലേ? അവിടെ വീട്ടിൽ വെള്ളം കയറിയോ? പറഞ്ഞു ഇല്ലില്ല. അതൊന്നും നമ്മൾ നോക്കിട്ട് കാര്യം ഇല്ല. വെള്ളം ഇനിയും വരും. ആണ് എന്തായാലും പെട്ടെന്ന് ഒരു ആശ്രയ കേസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പാടാം. അതിന് ആനശ്ശേരി പോയി. ആണോ? പോയത് അപ്പം ഇവിടുന്ന് ആ പകുതി വരെ ഇതുപോലെ താന്ന് കിടക്കണം. അവിടെ നിന്ന് അങ്ങോട്ട് പൊക്കോ അല്ലടാ? അവിടെ നിന്ന് അങ്ങോട്ട് പോക്കും. അത് പോക്കിട്ട് ഒരു പ്രയോജനം ഇല്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വഴി വേണം പോകാൻ. ഇപ്പോഴൊന്നുമല്ല, നേരത്തെ വെള്ളപ്പൊക്കത്തിന് അപ്പോഴൊന്നും ഇത്ര വെള്ളം പൊങ്ങത്തില്ലല്ലോ പണ്ട്. അതായത് പണ്ട് അപ്പോൾ നമ്മൾ ചെറുപ്പം, ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിനകത്ത് സൈഡിലിട്ടേക്കാം. ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ഈ സൈഡിൽ വെച്ചേക്കാം. ആ ഒരു പ്രായത്തിൽ ഞങ്ങൾ ഇവിടെ കിടന്നത് ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരിക്കലും പൊങ്ങത്തില്ല. അതായത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുളുമ്പി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങളിവിടെ കിടന്ന കളി, ഫുട്ബോൾ കളിയും അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ഇതല്ലേ. ഇത്രയും വെള്ളം കയറേ അങ്ങോട്ടൊക്കെ ഒരു രക്ഷയില്ലോട്ടെ, ഭയങ്കര വെള്ളമാണ്. ആ സമയത്തൊക്കെ അടിപൊളി അല്ലടാ. പിന്നെ
അതായിരുന്നു ലൈഫ്. അതെ, ഇപ്പോൾ മൊത്തം മാറി, എല്ലാം മാറി. മഴ അറിവായി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സെക്കൻഡ് അവനിപ്പോൾ 2 കൊച്ചായി. രണ്ടാമത്തെ ഡെലിവറി എന്നായിരുന്ന 14 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാം മാറി. മാറത്തെ ഞങ്ങൾ കുറച്ച് എങ്ങനെയുണ്ട്? വെള്ളം എങ്ങനെയുണ്ട് ബ്രോ? വെള്ളമൊക്കെ എങ്ങനെയുണ്ട് അവിടെ? ഇന്നലെ ഒരു രാത്രി ഉണ്ട്. ഇന്നലെ ഒരു രാത്രി കൊണ്ട് സത്യം പറഞ്ഞാൽ ഇത്ര വെള്ളം പൊങ്ങിയതില്ല. ഇന്നലെ ഒറ്റ മഴയിലാണ് ഇത്ര വെള്ളം പൊങ്ങി കയറിയത്. ഇന്ന് ഒറ്റ രാത്രി ഒന്ന് മഴയായി, ഇത്രയും വെള്ളമായി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതല്ല, നമ്മുടെ അവിടെ റാന്നിയിലൊക്കെ വെള്ളം ഇടിഞ്ഞ് ഇങ്ങോട്ട് അവിടെ ഇറക്കാൻ തട്ടിയില്ലേ, അപ്പം ആ വെള്ളം എല്ലാം വന്ന് കൊള്ളുന്നത് ഉരുൾപൊട്ടലിന്റെ കാരണം ഇങ്ങോട്ട് വെള്ളം വരുന്നത്. അതായത് അവിടെ വെള്ളം ഇടിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നേരെ ഇങ്ങോട്ടല്ലായിരുന്നു. ഇങ്ങോട്ടാണ് വന്നത്. മൊത്തം വെള്ളം ഇവിടെ. പിന്നെ നമുക്കിത് വലിയ പ്രത്യേകതയില്ല, കാരണം നമ്മളെല്ലാ വർഷവും അതെ നമ്മളെല്ലാ വർഷവും അനുഭവിക്കുന്നതുകൊണ്ടല്ല, എല്ലാ വർഷവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യമായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. റോഡും ഇല്ല. റോഡ് പോലും ഒക്കെ എത്ര സർക്കാർ മാറി വരിക്കുന്നു. ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുക, കുണ്ടും കുഴിയായിട്ട്, ഈ താഴ്ചയായിട്ട്. അരയറ്റം വെള്ളമായി ഇവിടെ, കുറച്ചുകൂടെ വെള്ളം പൊങ്ങി അരയറ്റം. അത് മൊത്തമായിരുന്ന കുഴപ്പമില്ല. ഇതിപ്പോ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വരുന്ന ഭാഗം മാത്രം, ഇടഭാഗം കൊണ്ട് താഴ്ചയാണ് മൊത്തം. ഇങ്ങോട്ട് താഴ്ച വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല, അവിടെ വരെ പൊക്കിയിട്ടില്ല. അതാണ് സത്യം. ഓൾറെഡി ഇവിടെ തൊട്ട് അങ്ങ് വരെ താഴ്ചയായിരുന്നു. പക്ഷെ പൊക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങോട്ട് തന്നെ ഭാഗം വെച്ച് അത് സ്റ്റോപ്പാക്കിയിട്ടുണ്ട്. ജോലിക്ക് പോലും പോകാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാണെന്നറിയോ? കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഇതുപോലെ കഷ്ടപ്പാട്. പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല, വണ്ടി വരത്തില്ല. അതെ, അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ പിള്ളേർ സ്കൂളിലല്ല പെട്ടെന്ന് എക്സാം എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് നനഞ്ഞ് ഇതുപോലെ ഇതുണ്ട്, നനഞ്ഞ് നാളെ വേണം പോകാൻ. ഇതല്ലേ എങ്ങനെയുണ്ട്? വെള്ളമൊക്കെ എങ്ങനെയുണ്ട്? വേണോ? പിന്നെ അല്ല വരണ എവിടെ പോയാ? പണിക്ക് ആൾക്കാർ വരെ അവിടെ കൊണ്ട് വണ്ടി വെച്ചിട്ട് അവിടെ നടന്നാണ് വരുന്നത്. ഇതുണ്ടോ? അതായത് വെള്ളം സത്യം പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഇന്നലെ ഒറ്റ മഴക്ക് എന്താ ഇത്ര വെള്ളം കയറി ഇവിടെ കൊണ്ടത്. അപ്പം ഇല്ല, സത്യമായിട്ട് ഞാൻ ഇന്നലെ വൈകിട്ട് വന്നത്. ഇന്നലെ വൈകിട്ട് വരുമ്പോഴും ഇതിലെ കൂടെ കാറ് കയറി പോകുന്നതാ വണ്ടി. വെള്ളം കഴിഞ്ഞിട്ടേ പോണു വാ. വെള്ളം പോന്നാ ഒറ്റ രാത്രി ഒറ്റ മഴക്കാണ്. ആ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് പെയ്ത്. ഇന്നലെ രാത്രി മാത്രമേ പെയ്തല്ലേ. ഇതുവരെയായിട്ട് രാവിലെ കഴിഞ്ഞിട്ട് വലുതായിട്ട് മഴ പെയ്തിട്ടില്ല. ഒറ്റ മഴയ്ക്ക് പെയ്ത വെള്ളമാണ് ഈ കാണുന്നത്. എന്തല്ലേ കാണില്ല, വണ്ടി ഓടിക്കൊണ്ട് പോയത്. അതന്നെ വണ്ടി ചേട്ടാ വണ്ടി ഇവിടെ വെച്ചാണോ? വണ്ടി തിരിച്ചുകൊണ്ട് വെച്ചോ? ആണോ? അതായാലും നന്നായി. നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ, അതായത് വെള്ളം കയറുമ്പോൾ നമ്മൾ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എല്ലാം കൊണ്ട് അതുണ്ടോ അവിടെ കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്നത്. എന്തല്ലേ ഇതുപോലെ ഇച്ചിരി വെള്ളം കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചപ്പുകളെല്ലാം വന്ന് ഇവിടെ അടിയും അല്ലേ. അപ്പം ഇതുപോലെ ഇഴജന്തുക്കളുടെ ശല്യങ്ങളുണ്ട്. നമുക്ക് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രിയിലൊക്കെ പോകാൻ ബുദ്ധിമുട്ട്. എന്തെങ്കിലും അപകടം പറ്റി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വള്ളമില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ കഴിയാൻ പറ്റത്തില്ല. അല്ല പിന്നെങ്കിൽ ഗവൺമെന്റ് നമുക്ക് റോഡ് പൊക്കി തരണം. ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കാണണം. കാരണം ഞങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് ഇവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് അല്ലാണോ? ആരും വരത്തില്ല ഇവിടെ നിന്ന്, വരാനുള്ള അവസ്ഥയല്ല. കേസ് ഇപ്പം കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും ഇപ്പോൾ വെള്ളം ഒന്നും ആയിട്ടില്ല. ഇനിയും വെള്ളം കയറും. അപ്പം നമ്മളിതിൻ്റെ അപ്ഡേറ്റ് നമ്മളിനി എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് പോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ് ഞാൻ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം ഓക്കെ ബൈ.